നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ കഴിഞ്ഞ മത്സരം ഹെയ്ത്തിക്കെതിരെ വിജയിച്ച് കയറുമ്പോൾ ഇരട്ട ഗോള് നേടിയിരുന്നല്ലോ മാത്യൂസ് കുഞ്ഞ. അടുത്ത കളി ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളിക്കുമ്പോഴും സ്ട്രൈക്കർ റോളിൽ നമ്മൾ മാത്യൂസ് കുഞ്ഞയെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുഞ്ഞ പറയുന്നു, ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് എ സ്ട്രൈക്കർ. ഞാൻ എന്നെ തന്നെ ഒരു സ്ട്രൈക്കറായിട്ടല്ല കാണുന്നത് എന്ന്. വാവ്, തീർച്ചയായിട്ടും കുഞ്ഞായിട്ട് ഒരു കളി രീതി അങ്ങനെയാണ്, ഒരു പ്രോപ്പർ നമ്പർ 9 രീതിയൊന്നും അല്ല. പക്ഷേ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ അവയർനെസ്, അദ്ദേഹം ടീമിന് നൽകുന്ന ബൂസ്റ്റൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താനും ഒക്കെ അദ്ദേഹത്തിന് കഴിയും. ആ ക്വാളിറ്റി ഉപയോഗപ്പെടുത്തുക എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സ്ട്രൈക്കർ റോളിൽ ഇറക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ബ്രസീലിൻ്റെ 9-ാം നമ്പർ അദ്ദേഹമാണല്ലോ അണിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം സാക്ഷാൽ റൊണാൾഡോ ധരിച്ച നമ്പറാണത്, അഡ്രിയാനോ ധരിച്ച നമ്പറാണത്. പ്യുവർ പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കേഴ്സാണ് അവരൊക്കെ. എന്നാൽ അങ്ങനെയല്ല മാത്യൂസ് കുഞ്ഞ. എന്നിട്ടും കുഞ്ഞ വേൾഡ് കപ്പിൽ നമ്പർ 9 ജേഴ്സി അണിയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നാറുണ്ട് ഈ 9-ാം നമ്പർ ജേഴ്സി ഞാൻ അണിയുന്നതിൽ. കാരണം ഞാൻ എന്നെ തന്നെ ഒരു സ്ട്രൈക്കറായിട്ടല്ല, ഒരു സെൻട്രൽ ഫോർവേഡായിട്ടല്ല എന്നെ തന്നെ ഞാൻ തന്നെ കണക്കാക്കുന്നത്. പക്ഷേ വേൾഡ് കപ്പിലൊക്കെ ഈ 9-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ആ പൊസിഷനിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പോർട്ടിന് പറ്റുന്ന രൂപത്തിൽ നമ്മൾ കളിക്കേണ്ടതുണ്ട്. അവിടെ കോമ്പറ്റീഷനുമുണ്ട്, അതനുസരിച്ച് നമ്മൾ കളിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തിലും വീക്ക്നെസ്സിലും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവണം. ഇവിടെ ഇപ്പോൾ ബ്രസീൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഹെയ്ത്തിക്കെതിരെയുള്ളൊരു വിജയം കൊണ്ട് വല്ലാതെ മതിമറന്ന് ആഹ്ലാദിക്കേണ്ടതില്ല എന്നുകൂടി കുഞ്ഞ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓൾവേസ് അതങ്ങനെയാണ്. വിജയിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ കാം ആയിട്ടും വളരെ പേഷ്യൻ്റായിട്ടും നിലകൊള്ളേണ്ടതുണ്ട്. കാരണം കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ടേൺ അറൗണ്ട് ചെയ്യാം. അപ്പോൾ മികച്ച രൂപത്തിൽ അടുത്ത കളിക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത് എന്നുകൂടി ഇപ്പോൾ മാത്യൂസ് കുഞ്ഞ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ഏറെ പ്രൈസ് ചെയ്യുന്ന ഒരു കളിക്കാരനുണ്ട്. ബ്രസീലിൻ്റെ ജേഴ്സിയിൽ 18 വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ, മറ്റാരുമല്ല എൻട്രിക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അവൻ്റെ ക്വാളിറ്റി വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. കാരണം അവൻ വളരെ യങ്ങറാണ്. അതോടൊപ്പം തന്നെ എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപഴകുന്നു. കളിക്കളത്തിലും അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഹീ ഈസ് വെരി ഹംബിൾ ഗായ്. തീർച്ചയായിട്ടും അവനൊരു ഗ്രേറ്റ് പ്ലെയറാണ്. അവനെ ഞങ്ങൾ ഒരുപാട് സഹായിക്കാൻ അവനെ കൊണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി മാത്യൂസ് കുഞ്ഞ പറയുന്നു. അപ്പോൾ കുഞ്ഞ സ്വാഭാവികമായിട്ടും അടുത്ത കളിയിലും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമ്പർ 9 ഒക്കെ ധരിച്ചുകൊണ്ടുണ്ടാവും. കുഞ്ഞ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇനി കുഞ്ഞ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ എൻട്രിക്ക് വന്ന് ഗോൾ അടിക്കുമെന്നും അവർ കരുതുന്നു. ബ്രസീലിൻ്റെ മുന്നോട്ട് പോക്കിന് ഈ താരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.